PC കൃഷ്ണനാഥ് എന്ന് പറഞ്ഞ ആദരണീയനായ സാംസ്കാരിക ടൂറിസം മന്ത്രി, കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ടൂറിസം സാംസ്കാരിക മന്ത്രി ഒരു ഓണപ്പാട്ട് പാടുന്നു. പോയ കാലത്തിന്റെ വിസ്മൃതിയിൽ നിന്നും നല്ല കാലത്തെ വീണ്ടെടുക്കുവാനുള്ള ചെറിയൊരു ചെറുത്തുനിൽപ്പ്. പക്ഷെ ഭാഗ്യം പോലെ ഞങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും തിരക്കുള്ള സൗത്ത് ഇന്ത്യയിലെ സംഗീത സംവിധായകനായിട്ടുള്ള ജേക്സ് പി ജോയ്, എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാൻ പറ്റില്ല. അത് കാരണം ഓണത്തിന് 4 ചിത്രങ്ങൾ ഇറങ്ങണം. ഒരു ചിത്രം മാറ്റിവെച്ചത് തന്നെ, ദുൽഖറിന്റെ ചിത്രം തന്നെ മാറ്റിവെക്കാനുള്ള കാരണം ഉണ്ടായത് ഈ തിരക്ക് മൂലമാണ്. അത് ഞാൻ RJ രാഹുലുമായി സംസാരിച്ചു. രാഹുലാണ് ആ വഴി വെട്ടി തുറന്നത്. അതിൽ നിന്ന് ജേക്സ് പി ജോയ് ആദ്യം നമ്മൾ കൈതപ്പുറത്തിന് തീരെ വയ്യാത്തൊരവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് ഒരു വഴി പോലെ വന്നു ചേരുകയായിരുന്നു VK ഹരിനാരായണൻ. ജീവാംശമേ അതല്ലെങ്കിൽ നീ ഹിമഗണമായ നീ തുടങ്ങിയ പാട്ടുകളിലൂടെ പാട്ടെഴുത്തുകാരൻ VK ഹരിനാരായണൻ പാട്ടെഴുതാൻ സമ്മതിച്ചു. പിന്നീട് പ്രളയമാകുന്നു. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിശ്ചിത തിരക്ക്. പിന്നീട് ഞങ്ങൾ ഇതിനാരാണ് ദൃശ്യം പകർത്തുന്നത്? ഒരു പ്രാവശ്യം പോലും, അതായത് ഞങ്ങളോട് ഇത്രയും നന്നായി അദ്ദേഹത്തിന്റെ വാല്യൂ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പോഴത്തെ സിനിമാ മേഖലയിലുള്ള. പക്ഷേ ലിജോ ജോസ് ആന്റണി നല്ല രാഷ്ട്രീയം കൊണ്ട് നല്ല സിനിമ പകർത്തി എഴുതി, ജനഗണമനയുന്ന വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയം കൊണ്ട് ആ സിനിമയ്ക്ക് സെല്ലുലോയിഡ് കാഴ്ച ലാവണ്യങ്ങളിൽ പുതിയ നിറമെഴുതി ചേർത്ത് ക്യൂൺ എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പള്ളിച്ചിത്തമ്പി, മലയാളി ഫ്രം ഇന്ത്യ, നിവിൻ പോളി, എല്ലാം വ്യത്യസ്തമായ സിനിമാ സങ്കല്പം. അങ്ങനെ ലിജോ ജോസ് ആന്റണി തയ്യാറായി. ഒട്ടനവധി മനുഷ്യർ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. പൂവാലെ തുമ്പപ്പൂവാലെ കളമെഴുതി മുറ്റമ്മാവേലി തമ്പ്രാനെത്താനെ ഇനി തിരുവോണം. പൂവാലെ തുമ്പപ്പൂവാലെ കളമെഴുതി മുറ്റമ്മാവേലി തമ്പ്രാനെത്താനെ ഇനി തിരുവോണം. കളിവില്ലോടെ പാടുന്നേ കനവുഞ്ഞാലാടുന്നേ പുതുമം ഓടിച്ചൂടുന്നേ ചിറകഞ്ചും പൂത്തുമ്പി മനമാകെ നിലാവായി ആഘോഷരാവായി ആകാശമാകെ ഓടക്കുടമാറ്റം. വളരെ യാദൃശ്ചികമായിട്ടാണ് സജീവ് ജോൺ വക്കീൽ എൻ്റെ മണ്ഡലംകാരനാണ്. സജീവ് ഞങ്ങളുടെ കൊല്ലംകാരനാണ്. വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതലുള്ള സൗഹൃദമാണ് ഇവരെല്ലാം ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ പല കാര്യങ്ങളിലും എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സജീവമായി എൻ്റെ 2 ഇലക്ഷനിലും അതിൻ്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ UDFൻ്റെ പ്രധാന പരസ്യവാചകം തന്നതും ഇവരുടെ പരസ്യ കമ്പനി തന്നെയാണ്, നമ്മുടെ പോളിഗൺ ഐ മീഡിയ. അപ്പോൾ പക്ഷെ അവരിങ്ങനെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് ഓണമാണ്, ഒരു പാട്ട് വേണം. ഓക്കെ, എന്താ ഓണത്തിന് പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആവശ്യം പറഞ്ഞത്. ആ പാട്ട് എന്നോട് പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അത്യാവശ്യം മൂളി പാട്ടൊക്കെ പാടി നടക്കുന്നതല്ലാതെ, പാട്ടുകാരില്ലാത്ത സ്ഥലം നോക്കി പാട്ട് പാടണം എന്നുള്ളതല്ലാതെ ഇങ്ങനെ പാട്ട് സ്റ്റുഡിയോയിൽ പാടാൻ പാകത്തിൽ, അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല പാട്ടുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് അത് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. രാഹുൽ ഉണ്ടായിരുന്നു, സാബു ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെയും അവർ എൻ്റെ പിന്നാലെ കൂടി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ഓഫർ അവർ വെച്ചു. അവർ പറഞ്ഞു ജേക്സ് ബിജോയ് ഇത് സംഗീതം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജേക്സ് ബിജോയ് എന്നെ കൊണ്ട് പാടിക്കുമോ എന്ന് ചോദിച്ചു. ജേക്സ് ബിജോയെ പോലെ ഒരു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഇപ്പോൾ ഇറങ്ങിയ, അതാണ് പറഞ്ഞത്, എല്ലാ സിനിമയിലും തുടക്കം, ഇന്നലെ ഇറങ്ങിയ ഖലീഫ, ഇനി ഇറങ്ങാൻ പോകുന്ന ദുൽഖറിൻ്റെ 3-ാം തീയതി ഇറങ്ങുന്ന പടം, എല്ലാം ചെയ്യുന്ന, അത് എന്നെ കൊണ്ട് പാടിക്കുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്, പുള്ളി റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഹരിനാരായണൻ വരികൾ എഴുതി. അതിനുശേഷം ഇത് പഠിക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ജേക്സിൻ്റെ ഒരു ചീഫിനെ, നമ്മുടെ അഖിൽ തിരുവനന്തപുരത്തുകാരനാണ്, ജേക്സിൻ്റെ ഇപ്പോൾ എല്ലാം നോക്കുന്ന ചീഫാണ്, അദ്ദേഹം ഈ പാട്ട് പറഞ്ഞു തരാൻ എൻ്റെ തിരുവനന്തപുരത്തെ നിളയിൽ വന്നു. ഒരു ദിവസം രാത്രി വന്നു, പുള്ളി ഇത് കേൾപ്പിച്ചു.
വരിയെല്ലാം തന്നു, പാട്ട് പറഞ്ഞു തന്നു. അത് പഠിക്കണം. അടുത്ത ദിവസം രാത്രിയിൽ എനിക്ക് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നമ്മുടെ സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ പേരിലുള്ള അവാർഡ്. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വരാം, രാത്രിയിൽ വരാം. കാരണം പത്രക്കാരുമല്ലോ മുന്നിത് പിടിച്ച് ഇത് കുളമാവുകയാണെങ്കിൽ പാട്ട് പുറത്ത് വരുന്നതിന് മുമ്പേ ട്രോളാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് രാത്രിയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. 10:30 വന്നു. ഞങ്ങളൊരു 1 മണി വരെ കൊണ്ട് പാട്ട് തീർത്തു. ജേക്സ് ഞങ്ങളോടൊപ്പം പൂർണ്ണമായിട്ട് നിന്നു. അപ്പോൾ അതിന് ആദ്യം ജേക്സിനോട് നന്ദി പറയുന്നു, ഹരിനാരായണനോട് നന്ദി പറയുന്നു. സജീവും ജോണും രാഹുലും ഇതിന് മുൻകൈ എടുത്തു. സാബു എല്ലംപറയിൽ നിന്ന് പാട്ടൊക്കെ ഒരുമാതിരി അത്യാവശ്യമായി എന്ന് തോന്നിയപ്പോഴാണ് ഒരു ധൈര്യം വന്നത് പാടിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് ആരെ കൊണ്ട് ചെയ്യിക്കണം? അപ്പോഴാണ് ഡിജോ നമ്മൾ സംസാരിച്ചാൽ തയ്യാറാകും എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനേക്കാളും സന്തോഷം. ഡിജോ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഇപ്പോൾ ദില്ലിയിലെ സമരം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനഗണമനയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അദ്ദേഹം തിരക്കുള്ള ഒരു സംവിധായകൻ തിരക്കെല്ലാം മാറ്റിവെച്ച് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഞാൻ ആകെ അവിടെ പോയി ഒരു 3.5-4 മണിക്കൂർ പാടിപ്പോരുന്നതല്ലാതെ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ പാട്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടത്. മനോഹരമായ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. ബാക്കിയൊന്നും പറയാനില്ല. ബാക്കി ഓണമാണ്, എല്ലാവർക്കും ആഘോഷിക്കാം. ആഘോഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സന്തോഷവും കൂടി പങ്കുവയ്ക്കുന്നു. എന്നോട് സെക്രട്ടറി പറഞ്ഞ 2 വരി പാടണമെന്ന് പറഞ്ഞു. ഞാൻ പനിയായി ഒച്ചയൊക്കെ അടച്ചിരിക്കുകയാണ്. കലിലോടെ പാടുന്നേ കനവു ഞാലാടുന്നേ, പുതുപൊൻകോടി ചൂടുന്നേ ചിറകഞ്ചും പൂത്തുമ്പി, മനമാകെ നിലാവായി ആഘോഷരാവായി, ആകാശമാകെ ഓണക്കുടമാറ്റം. താങ്ക് യു. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.